നന്ദു നമ്മളെ പരീക്ഷയ്ക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വേണ്ട ഒരു ചോദ്യം പഠിപ്പിക്കാനാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തോട്ട് റൈറ്റിംഗ് ആണ്. സോ നോക്കി, ഇവിടുത്തെ ചോദ്യം എന്താണെന്നറിയാവോ? നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? ഹെഡ് മാസ്റ്റർ നമ്മളെ അനുപമ ടീച്ചറും ഒക്കെ നമ്മളെ കവിതയ്ക്ക് എന്ത് കൊടുത്ത്? സ്കൂളിൽ ചേർത്താൻ അവസരം കൊടുത്തല്ലേ? അങ്ങനെ ഓർക്കൊക്കെ ഒത്തിരി സന്തോഷമായി. നമ്മുടെ സാക്ഷി നവീനും എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് എടുത്തതുകൊണ്ട് കവിതയ്ക്ക് എന്ത് പറ്റി? സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റും. അന്ന് രാത്രി നമ്മൾ ഹെഡ് മാസ്റ്റർ വീട്ടിൽ പോയപ്പോൾ ഹെഡ് മാസ്റ്റർ ഭയങ്കര സന്തോഷം. അത് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, എന്തൊരു നല്ല മക്കളാ സാക്ഷി നവീനും അല്ലേ, എന്ത് സന്തോഷമുള്ള ദിവസമാണ് കവിതയ്ക്ക് ഇന്ന് സ്കൂളിലൊക്കെ വരാൻ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. ആ ചിന്തിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഇവിടെ നോക്കുക, നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതിക്കൂടെ? The headmaster felt happy after seeing Kavita on the school. So നോക്കൂ, write his thoughts. അദ്ദേഹത്തിന്റെ തോട്ട്സ് എന്ത് ചെയ്യാൻ നമ്മൾ എഴുതാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ ഹെഡ് മാസ്റ്റർ എന്തൊക്കെ ചിന്തിക്കും? ഓ, ടുഡേ വാസ് എ മെമ്മറബിൾ ഡേ. ഇന്ന് എന്തായിരുന്നു? ഇന്നൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. മെമ്മറബിൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. സോ ഇന്ന് എന്താണ്? ഒത്തിരി നല്ലൊരു ദിവസമായിരുന്നു. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. ഐ ആം സോ ഹാപ്പി ടു സീ കവിത ഇൻ മൈ സ്കൂൾ. എനിക്ക് ഒത്തിരി സന്തോഷമായില്ലേ. ഐ ഫീൽ വെരി ഹാപ്പി ടു സീ കവിത ഇൻ മൈ സ്കൂൾ. കവിത എന്ന് പറയുന്ന കുട്ടി ഇന്ന് നമ്മുടെ സ്കൂളിൽ വന്നില്ല, യൂണിഫോം ഒക്കെ ഇട്ട് വന്നപ്പോൾ എന്ത് രസമാണ് കാണാൻ. ആ കുട്ടി സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നവീൻ ആൻഡ് സാഷ ആർ സോ ഗുഡ്. നവീനും സാഷയും നല്ല കുട്ടികളായതുകൊണ്ടാണ് അവർ കവിതയെ എന്ത് ചെയ്തത്? നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. They love to help others. അയ്യോ, മറ്റുള്ളവരെ സഹായിക്കാൻ എന്തൊരു ഇഷ്ടമാണ് കവിതയ്ക്കും നമ്മുടെ സാഷയ്ക്കും നമ്മുടെ നവീനും ഈ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി അവർക്ക് എന്താ ഇഷ്ടമാണ്. We should help കവിത more. നമ്മൾ എന്ത് ചെയ്യണം? കവിതയെ വീണ്ടും എന്ത് ചെയ്യണം? ഇനി കൂടുതൽ സഹായിക്കണം. അവളെ പഠിക്കാനും അവളെ കൂടുതൽ എന്ത് ചെയ്യണം? നല്ല സ്മാർട്ട് ആവാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. ഈ പോയിന്റ്സ് എഴുതിയാൽ മതി. 3 പോയിന്റ്സ് എഴുതിയാൽ എന്തായി? നമ്മുടെ ഉത്തരം ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതും എന്താ? നമ്മൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് എന്താ പഠിക്കേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള മറ്റ് വീഡിയോസ് ആയിട്ട് മിസ് എന്ത് ചെയ്യും? മിസ് വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.